ഇപ്പോൾ മാർക്കറ്റ് വളരെ മോശമാണ്. നിങ്ങൾക്കറിയാമല്ലോ, സ്പോർട്സ് ചാർട്ട് ഒരു വഴിക്ക്, പ്രീമിയം ചാർട്ട് വേറൊരു വഴിക്ക്. ഒരു പ്രയോജനമില്ല ട്രേഡ് ചെയ്തിട്ട്. എന്താ മുന്നോട്ടെന്ന് നമുക്കറിയില്ല. സോ വേറെ ആരെയും ശരണം പ്രാപിക്കാനില്ല. രാവിലെ കൊട്ടാരക്കര അമ്പലത്തിൽ പോയി തേങ്ങ ഉടച്ചിട്ട് ആര്യാസിക്കരി നല്ല ചൂട് പൂരിയും കഴിച്ചു. മാർക്കറ്റ് ഓപ്പണായി ഞാൻ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഞാൻ വരച്ചിരുന്ന സപ്പോർട്ട് സോണ് കുറച്ച് താഴെയാണ്. ഫോർച്യുനേറ്റ്ലി മാർക്കറ്റ് അതിന് മുന്നേ എനിക്ക് എൻട്രി തന്നു. എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഭയക്കാൻ തുടങ്ങി അതിനെ സമയം കാണുള്ളൂ. ഞാൻ ട്രേഡ് എടുത്തു. ഞാൻ എടുത്ത സ്ട്രൈക്ക് പ്രൈസ് കണ്ടു. രണ്ട് സ്ട്രൈക്ക് പ്രൈസ് എടുത്തേക്കുന്നത്. ബട്ട് ഞാനത് ട്രേഡ് ഒന്ന് സ്പീഡായി കാണിച്ചു തരാം. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ട്രേഡ് വിജയിക്കണമെങ്കിൽ നിങ്ങളൊരു സ്ട്രാറ്റജിയുടെ പുറകെ അല്ല പോകണം. ഞാൻ വീണ്ടും ഇത് പറയാൻ കാരണം എനിക്ക് ഒരുപാട് മെസ്സേജസാണ് ഇൻസ്റ്റയിൽ വരുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു സ്ട്രാറ്റജി തേടി പോകരുത്. ഞാൻ നിങ്ങൾ ഇന്നത് കാണിച്ചു തരാം. ഞാൻ ഈ ട്രേഡ് എടുത്തു. എനിക്ക് വേണമെങ്കിൽ ട്രേഡ് ഒഴിവാക്കാം അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സോൺ വരാതാണ്. നിങ്ങൾ നോക്കിയേ, ഒരു 10-30 മിനിറ്റ് താഴെ വന്നാൽ സോണിലെത്തും. ബട്ട് അത് എത്തിയിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ ആ ട്രേഡ് അവോയ്ഡ് ചെയ്തില്ല. എനിക്ക് മാക്സിമം സംഭവിക്കുന്ന കാര്യം എനിക്ക് മുൻകൂട്ടി അറിയാം. പിന്നെ ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത്? ആ ട്രേഡ് എനിക്ക് എസ് അടിച്ചു, പറഞ്ഞ പോലെ തന്നെ. അതിനുശേഷം ആ സോണിൽ പോയി. എന്നിട്ട് എനിക്ക് എൻട്രി കിട്ടി. ദാണ്ടെ ആ എൻട്രി പ്രോഫിറ്റ്. ഈ രണ്ടും ആക്ച്വലി രണ്ട് എൻട്രി എടുത്തെങ്കിലും ഒറ്റ എൻട്രിയാണ്. എൻ്റെ പി ആനിൽ നോക്കേ, ഇവിടെ നിങ്ങൾ നോക്കേണ്ട പ്രോഫിറ്റിൻ്റെ വലിപ്പമോ ചെറുപ്പമല്ല, ലോസ് ഞാൻ എത്ര കട്ട് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോ ഹോൾഡിങ്. പ്രതീക്ഷ വെക്കരുത്. ലോസ് അടിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യും.